അങ്ങനെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ ബാച്ച് മോദിയുടെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കയറ്റിക്കൊണ്ടുള്ള അമേരിക്കയുടെ C-17 യുദ്ധവിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 75% പേരും മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാരുള്ള അമൃതകാലം പൂത്തൊലിയുന്ന രാമരാജ്യങ്ങളിൽ നിന്നാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ മുക്കാൽ പങ്കും ട്രബിൾ എഞ്ചിൻ സർക്കാരിന്റെ സംസ്ഥാനങ്ങളിൽ നിന്ന് ആണെങ്കിലും ആ മിലിറ്ററി പ്ലെയിൻ പഞ്ചാബിലെ അമൃത്സറിൽ ലാൻഡ് ചെയ്യിക്കാനുള്ള മോദിയുടെ കാഞ്ഞ ബുദ്ധി സമ്മതിക്കാതെ വയ്യ. നേരത്തെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 205 പേരെയാണ് ആദ്യമായി ഡിപ്പോർട്ട് ചെയ്യുന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ 104 പേരുമായിയാണ് US-ന്റെ മിലിറ്ററി പ്ലെയിൻ അമൃത്സറിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. എവിടെ ലാൻഡ് ചെയ്യാനാണ് രാജ്യം അനുമതി കൊടുക്കുന്നത് അവിടെയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക. മോദിയുടെ നാണക്കേട് മറയ്ക്കുന്നതിന് വേണ്ടി ഭൂരിഭാഗവും ഗുജറാത്തികളെയും കൊണ്ടുവന്ന ഈ US മിലിറ്ററി ഫ്ലൈറ്റ് ഗുജറാത്തിൽ ലാൻഡ് ചെയ്യിക്കാതെ AAP ഭരിക്കുന്ന പഞ്ചാബിലാണ് ലാൻഡ് ചെയ്തത്. ഈ ഫ്ലൈറ്റിൽ വന്ന 104 പേരിൽ 3 പേരും വളരെ വർഷങ്ങളായി മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഓരോ സംസ്ഥാനത്തു നിന്നുമുള്ള ആളുകളുടെ ബ്രേക്ക് ഡൗൺ ഇങ്ങനെയാണ്. ഗുജറാത്തികൾ 33 പേർ, ഹരിയാനക്കാർ 33 പേർ, പഞ്ചാബിൽ നിന്നുള്ളവർ 30, UP-യിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും 3 പേർ വീതം, ചണ്ഡീഗഡിൽ നിന്ന് 2 പേർ. അതായത് 104 പേരിൽ 74 പേരും മോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരുകളുടെ അമൃതകാലം ആസ്വദിച്ച് തൃപ്തിയായി നാട് കടന്നവരാണ്. ഇവിടെ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഈ വാർത്തയിലെ 2ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, ഹിന്ദുസ്ഥാൻ ടൈംസിന് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് ഈ 104 യാത്രക്കാരിൽ ഭൂരിഭാഗവും ആൾക്കാരുടെ ലാസ്റ്റ് നെയിം ഗുജറാത്തിൽ നിന്നുള്ള ആളുകളുടെയാണ് എന്നാണ്. അപ്പോൾ തീർച്ചയായും ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് ഗുജറാത്തിൽ തന്നെയാണെന്ന് സംശയമില്ലല്ലോ. എന്നാൽ പടുത വെച്ച് പട്ടിണി മറയ്ക്കുന്ന മോദിയുടെ മാജിക് തന്നെയാണ് ഇവിടെയും പ്രവർത്തിച്ചത്. 4ൽ 3 പേരും മോദിയുടെ അമൃതകാലത്തിൽ തൃപ്തിയായി ഗുജറാത്തിൽ നിന്നും ഹരിയാനയിൽ നിന്നും UP-യിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും അമേരിക്കയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയവർ ആണെങ്കിലും പടുത കൊണ്ട് പട്ടിണി മറയ്ക്കുന്നത് പോലെ AAP ഭരിക്കുന്ന പഞ്ചാബിൽ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച് അവരുടെ വൃത്തികെട്ട മന്ദബുദ്ധി പുറത്തു കാണിച്ചിരിക്കുകയാണ്. മോദിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ഗോതി മീഡിയയായ ANI കൊടുത്ത വാർത്ത കണ്ടോ? അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഈ വന്ന 104 പേരിൽ 30 പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ് എന്ന്. ഇവരെയൊക്കെ സമ്മതിച്ചേ മതിയാവൂ എന്ന് പറയാതെ വയ്യ. എന്തുകൊണ്ടാണ് 33 പേരുള്ള ഗുജറാത്തിന്റെയും 33 പേരുള്ള ഹരിയാനയുടെയും പേര് പറയാതെ 30 പേർ പഞ്ചാബിൽ നിന്നാണെന്ന് ഇവർ വാർത്ത കൊടുക്കുന്നത്? മന്ദഭക്തർ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് ഇത് ന്യായീകരിക്കാൻ. അവർ ഇല്ലീഗലായി പോയതല്ലേ, അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, നിയമം ലംഘിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ്. ഈ മിലിറ്ററി ഫ്ലൈറ്റിൽ ഇവരെ കൊണ്ടുവരുന്ന ഈ ചിത്രം ശ്രദ്ധിച്ചുള്ളൂ. ആ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നോക്കിയാൽ വ്യക്തമായി കാണാം അവരുടെ കാലുകൾ ബന്ധിച്ചിരിക്കുന്നു. അതുപോലെ ആദ്യം ഇരിക്കുന്ന ആളെ നോക്കുകയാണെങ്കിൽ വ്യക്തമായി കാണാം അയാളുടെ അരയും കൈയുമായി കൂട്ടി ബന്ധിച്ചിരിക്കുന്നു എന്ന്. അതായത് ഒരു ഭീകരനെ കൊണ്ടുപോകുന്നതിലും നീചമായ രീതിയിലാണ് ഈ മിലിറ്ററി ഫ്ലൈറ്റിൽ ഇവരെ നാട് കടത്തുന്നത്. ഇതിനെ മനുഷ്യത്വമുള്ള ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഇതാ ട്രിബ്യൂൺ എന്ന പത്രത്തിൽ കൊടുത്തിരിക്കുന്ന വാർത്തയുടെ തലക്കെട്ട് കണ്ടോ? ഡോങ്കി റൂട്ടിലൂടെ പോകുന്നത് നാടുകടത്തലിന് കാരണമാകും. ഇന്ത്യക്കാർ അതിൽ ഭൂരിഭാഗവും പഞ്ചാബികളെയാണ് അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ചത് എന്ന്. 33 പേർ ഗുജറാത്തിൽ നിന്നും 33 പേർ ഹരിയാനയിൽ നിന്നും ഉള്ളവരാണ് എന്നതാണ് വസ്തുത. എങ്കിലും ഈ പഞ്ഞവാദികൾക്ക് ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നുള്ളവരാണ് എന്നെഴുതാൻ അല്പം പോലും ഉളുപ്പ് തോന്നിയില്ല. ഇത് ആദ്യമല്ല US-ൽ നിന്നും ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുന്നത്. റോയിറ്റേഴ്സിന്റെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടുകൊള്ളൂ. ചരിത്രത്തിൽ ആദ്യമായാണ് മിലിറ്ററി ഫ്ലൈറ്റിൽ ഇന്ത്യക്കാരെ ഡിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ US-ന്റെ മിലിറ്ററി ഫ്ലൈറ്റ് ഇത്രയും ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതും ചരിത്രത്തിൽ ആദ്യമാണ്. ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ 33 പേർ മോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്ന് ഉള്ളവരും 33 പേർ വളരെ വർഷങ്ങളായി മോദിക്കൂട്ടങ്ങൾ ഭരിച്ചു മുടിച്ച ഹരിയാനയിൽ നിന്നും ഉള്ളവർ ആണ്. വാർത്തയുടെ സമ്മറിയിലും ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ പോലെ ഇത്ര അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് ആദ്യമായാണ് US-ന്റെ മിലിറ്ററി ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നതെന്ന്. ഇനി ചെറിയ രാജ്യങ്ങളായ 56 ഇഞ്ച് നെഞ്ചളവ് ഇല്ലാത്ത ആളുകൾ ഭരിക്കുന്ന രാജ്യങ്ങൾ ഇതിനോട് പ്രതികരിച്ചത് കാണുമ്പോഴാണ് മോദിയുടെ 56 ഇഞ്ചിന്റെ യഥാർത്ഥ രൂപം വ്യക്തമാകുന്നത്. ഇവിടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്
കൊളംബിയയുടെ പ്രസിഡന്റ് ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നാണ്. കൊളംബിയയിലേക്ക് ആദ്യമായി അല്ല അമേരിക്കയിൽ നിന്നും ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുന്നത്. 2024 മാത്രം 100-ലധികം ഫ്ലൈറ്റുകളിലാണ് കൊളംബിയക്കാരെ ഡിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ആദ്യമായാണ് കൈകാലുകൾ ബന്ധിച്ച് ഇവരെ മിലിറ്ററി ഫ്ലൈറ്റിൽ ഡിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെതിരെ ശക്തമായാണ് കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഒരു കുടിയേറ്റക്കാരൻ ക്രിമിനൽ അല്ല, അതിനാൽ അവരെ മാന്യമായും മനുഷ്യത്വപരമായും പരിഗണിക്കണം. അവരെ ആവശ്യമില്ലാത്ത രാജ്യത്ത് ഈ കുടിയേറ്റക്കാർ താമസിക്കുന്നത് ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ അവരെ തിരിച്ചയക്കുമ്പോൾ അവരോടും ഞങ്ങളുടെ രാജ്യത്തോടുമുള്ള മാന്യതയോടെയും ബഹുമാനത്തോടെയും വേണം തിരിച്ചയക്കാൻ. ഞങ്ങളുടെ രാജ്യത്തു നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ മാന്യമായി ഒരു ക്രിമിനലിനെ പോലെ പരിഗണിക്കാതെ ഞങ്ങളുടെ സ്വന്തം സിവിലിയൻ പ്ലെയിനുകളിൽ തിരിച്ചു കൊണ്ടുവരും. അതായത് കുഞ്ഞൻ രാജ്യമായ കൊളംബിയ അവരുടെ സ്വന്തം പ്ലെയിനിൽ, അതും പ്രസിഡന്റിന്റെ പ്ലെയിൻ ഉപയോഗിച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. ബ്രസീൽ ഇതിനോട് പ്രതികരിച്ചത് കണ്ടോ? ഇങ്ങനെ കൈവിലങ്ങൾ അണിയിച്ചുകൊണ്ട് ഇവരെ ഡീപ്പോർട്ട് ചെയ്തതിൽ അമേരിക്കയോട് അവർ വിശദീകരണം തേടി. ബ്രസീൽ ഇതിൽ വളരെ രോഷം പ്രകടിപ്പിക്കുകയും ട്രംപിനോട് ഇതിന് വിശദീകരണം ഉടനടി നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെ NBC ന്യൂസിൽ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്, മെക്സിക്കോ അമേരിക്കൻ മിലിറ്ററി ഫ്ലൈറ്റിൽ അൺഡോക്യുമെന്റഡ് ഇമിഗ്രൻസിനെ കൊണ്ടുവരുന്നത് ബ്ലോക്ക് ചെയ്തു എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? കൊളംബിയയുടെ പ്രസിഡൻഷ്യൽ പ്ലെയിനുകളിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരുവാൻ അവർ തീരുമാനിച്ചു എന്ന്. അതുപോലെ കൊളംബിയയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞത്, മാന്യമായ രീതിയിൽ കൊണ്ടുവരുന്ന ആളുകളെ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നാണ്. കൊളംബിയയുടെ വിദേശകാര്യമന്ത്രിക്ക് ലേസർ കണ്ണൊന്നും ഇല്ലെങ്കിലും ചങ്കൂറ്റത്തോടെ അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ ഡിഗ്നിറ്റി കാത്തുകൊണ്ട് കൊണ്ടുവരുന്നവരെ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന്. എന്നാൽ ഇന്ത്യയുടെ ലേസർ കണ്ണുള്ള ഫോറിൻ മിനിസ്റ്റർ കക്കൂസിനുള്ളിൽ അടച്ച് ഇരിക്കുകയാണ് എന്ന് തോന്നുന്നു. അതുപോലെ വേറൊരു കാര്യം, പഞ്ചാബിൽ ഇവരെ കൊണ്ടുവന്നിറക്കിയ മോദി ഗവൺമെന്റ് പത്രക്കാരെ ഒന്നും അവിടേക്ക് അടുപ്പിച്ചില്ല. കാരണം ഇന്ത്യക്കാരെ അറവുമാടുകളെ പോലെ കൊണ്ടുവന്നിരിക്കുന്നത് ആരും കാണരുത്, ആരും അറിയരുത്. ഇവരുടെ കഴിവില്ലായ്മ ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കാതെ ഇരിക്കണം, പടുതായിട്ട് പട്ടിണി മറയ്ക്കുന്നത് പോലെ. അവസാനമായി 3 കാര്യങ്ങളാണ് എനിക്ക് മോദി ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ പൗരന്മാർ മിലിറ്ററി ഫ്ലൈറ്റിൽ ഇവിടെ വന്നിറങ്ങുന്നത് കവർ ചെയ്യാൻ മീഡിയകളെ ഒന്നും അനുവദിക്കാത്തത്? 2, കൊളംബിയ പോലെയുള്ള വളരെ ചെറിയ രാജ്യങ്ങൾ പോലും പ്രസിഡന്റിന്റെ ഫ്ലൈറ്റിലും അവരുടെ പാസഞ്ചർ ഫ്ലൈറ്റുകളിലും പൗരന്മാരെ അമേരിക്കയിൽ നിന്ന് മനുഷ്യരെ പോലെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ സ്വന്തം വിമാനത്തിൽ തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാതെ ലോകത്തിന് മുന്നിൽ ഒരു ലാഫിംഗ് സ്റ്റോക്കായി മാറുന്നത്? 3, ഇതാണോ ട്രംപും മോദിയും തമ്മിൽ ഉണ്ട് എന്ന് പറയുന്ന സുഹൃത്ത് ബന്ധത്തിന്റെ യഥാർത്ഥ മുഖം?